ജിബിൻ, ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗമൊക്കെ ചേർന്നിരുന്നു. ഒരുപാട് നിർദ്ദേശങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്താണ് തെക്കൻ കേരളത്തിലെ ഒരു സാഹചര്യം, ഒപ്പം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ? ഇതിനകത്ത് അതികഠിനമായ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. കാരണം അതികഠിനമായ ചൂടാണ്. കാരണം തിരുവനന്തപുരത്ത് മാത്രം 36 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂട് എത്തിയിരിക്കുകയാണ്. അതിനി 3 മുതൽ 5% വരെ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യോഗം ഏറ്റവും നിർണായകമാവുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഈ പൊതു ഇടങ്ങളിൽ എല്ലാവർക്കും ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടി ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് വെയിറ്റിംഗ് ഷെഡുകളിൽ ബസ്സുകൾ കാത്ത് ഏറെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അവിടെയെല്ലാം തന്നെ ശുദ്ധജലം ഉറപ്പാക്കുന്നതിന് വേണ്ടി തണ്ണീർ പന്തലുകൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം, ഈ ട്രാഫിക് സിഗ്നലിലാണ് ഏറ്റവും അധികം ജനങ്ങൾ വലയുന്നത്. കാരണം പലയിടങ്ങളിലും 1 മിനിറ്റും 1 മിനിറ്റ് 20 സെക്കൻഡും ഒക്കെ തന്നെ ഇരുചക്ര വാഹനത്തിലെത്തുന്നവർ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും അധികം പ്രതിസന്ധിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ട്രാഫിക് പോലീസുമായി ഒക്കെ സംസാരിച്ചുകൊണ്ട് ആ ട്രാഫിക് സിഗ്നലിൽ സമയം ഇളവ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ കൂടി ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാവുകയും ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഞാനിപ്പോൾ നിൽക്കുന്നത് ചാല മാർക്കറ്റാണ്. ചാല മാർക്കറ്റിൽ ഏറ്റവും അധികം തിരക്കുള്ള പച്ചക്കറി മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റണില്ല, അത്രയ്ക്ക് ചൂടാണ്. കച്ചവടം ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം നിൽക്കണോ? ഒഴിച്ച് വേണം വെക്കുക, ഇല്ലെങ്കിൽ കുറച്ച് വെയിറ്റുകളുണ്ട്, അതെല്ലാം വെന്ത് വാടി പോകും. വെച്ചിരിക്കുന്നത് പച്ചക്കറിയാണല്ലേ? ഇത് കരിയപ്പല, മല്ലി, അതൊക്കെയാണ്. വെള്ളം എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊക്കെ നനയ്ക്കാൻ വേണ്ടി. ഇതൊക്കെ ഈ കരിയപ്പലയിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിന്നെ ഈ കരിയപ്പല പിന്നെ അടുത്ത് കളയാണ്ടേ വരുള്ളൂ. വെള്ളം ഒഴിച്ച് വെക്കണം. ഇപ്പൊ പച്ചക്കറിയുടെ മാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കണ്ണ പോലെയൊക്കെ തന്നെ കയ്യിലൊക്കെ ചെറിയ പൊള്ളലേൽക്കാനൊക്കെ ചൂട് ഒരു കുറുകില് ചെറിയ ഇതുണ്ട്, പൊള്ളൽ, അത്രയ്ക്ക് ചൂടാണ്. കച്ചവടം ചെയ്താലേ പറ്റുള്ളൂ ചെയ്യാൻ. ഈ ചൂട് ചെയ്താലേ വന്ന് ബസ്സിൽ ചെയ്താലേ പറ്റുള്ളൂ. ഇതെല്ലാം അത് തന്നെയാണ്. കാരണം വഴിയോര കച്ചവടക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് ദയനീയമാണ്. നമ്മൾ ഈ കണ്ടത് ഒരു കറിവേപ്പില കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടന്റെ കടയാണ്. അവിടെ ഈ കറിവേപ്പിലയൊക്കെ പൂർണ്ണമായി ചാക്ക് ഉപയോഗിച്ച് മൂടി വെച്ച് അത് വെയിലത്ത് വാടാതിരിക്കാൻ വേണ്ടി ചാക്ക് മൂടി അതിൽ വെള്ളം ഒഴിക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വഴിയോര കച്ചവടക്കാരുടെ ഒക്കെ അവസ്ഥ, അവരുടെ എല്ലാം പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കാരണം കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നിലവിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ചേച്ചി, ചൂട് എങ്ങനെയുണ്ട്? മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണോ? അല്ല, ഞാൻ അവിടെ ഓഫീസിൽ വന്നതാണ്, തിരിച്ച് വീട്ടിലോട്ട് പോകണം. വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടോ? ഓ, നന്നായിട്ട് കുടിച്ചു. സാധനം വാങ്ങിയിട്ട് പോകും. അത് തന്നെയാണ്. കാരണം ഈ വെയിലെന്ന് പറയുന്നത് നമുക്കൊന്ന് നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. കുട ചൂടാതെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വാടി വീഴും. ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? എന്തു പറയാ, നമ്മളെ കഷ്ടപ്പാട് നമുക്കറിയാം. ചൂടത്ത് വാഹനം ഓടിച്ചേ പറ്റൂലേ? ഓടിച്ചേ പറ്റും. ഗ്ലാസ് ചെയ്തും കൂടെ ചൂടടിക്കും. വെള്ളമൊക്കെ കൃത്യമായി കുടിക്കുന്നുണ്ടോ? കുടിക്കുന്നുണ്ട്, ചൂടുവെള്ളം കുടിക്കും. വാഹനത്തിന്റെ അകത്തുകൂടി ഈ ചൂടത്ത് ഇരിക്കുന്നത് ദയനീയമാണല്ലേ? കണ്ടില്ലേ, ഇപ്പൊ ലോഡ് കയറ്റി കൊണ്ട് അടുത്തത് പോകുന്നു. പിന്നെ നമ്മളെ ജീവിതം ചൂടിന് ഒരു കുറവുമില്ല, വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ. വെള്ളം കുടിക്കുന്നുണ്ട്. വേണ്ട, എന്തായാലും സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ചൂടിനെ നേരിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ ചൂടിനെയും ഇതുകൊണ്ടുള്ള പ്രതിസന്ധിയും ഒക്കെ അതിജീവിക്കാൻ സാധ്യതയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടവിട്ടുള്ള നേരങ്ങളിൽ കൃത്യമായ അളവിൽ വെള്ളം കുടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിർജ്ജലീകരണം ഉറപ്പായി വരും. നമ്മൾ തളർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ത് ജോലി ചെയ്യുന്നവരായിരുന്നാലും, പ്രത്യേകിച്ച് ഇതുപോലത്തെ വഴിയോര കച്ചവടക്കാർ, ഇതുപോലുള്ള വാഹനങ്ങൾ ഈ വെയിലത്ത് ഓടിക്കുന്നവർ, അവരെല്ലാം തന്നെ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം ഉറപ്പാക്കണം എന്നുള്ളൊരു കൂടിയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായും പറയുന്ന കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചൂട് കാലത്ത് ഏറ്റവും അധികം വിഷയമായിക്കൊണ്ടിരിക്കുന്ന പാമ്പുകടിയാണ്. അപ്പോൾ ഈ പാമ്പുകടിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടി മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി പറയുന്നത്, പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ എത്രയും വേഗം ആന്റി സ്നേക്ക് വെനമുള്ള ആശുപത്രികളിൽ എത്തിക്കണം എന്നുള്ള കാര്യം ഓർപ്പെടുത്തുന്നു. അതിനു വേണ്ടിയിട്ടാണ് 108ന്റെ സർവീസ്. പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ അതിവേഗം 108ലേക്ക് വിളിക്കുക. കാരണം 108ന് ഇത് കൃത്യമായിട്ടുള്ള രേഖകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, എന്തായാലും സംസ്ഥാനത്ത് ഈ നിലയിൽ ചൂട് കനക്കുന്നു. ആളുകൾ സ്വയം മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ് സർക്കാർ. പക്ഷേ സെൽഫ് ലോക്ക്ഡൌണിനെ കുറിച്ച് പറയുമ്പോഴും ആളുകൾക്ക് ജോലിക്ക് പോകാതിരിക്കാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തെടുക്കാനോ ഇറങ്ങാതിരിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യം അങ്ങനെയാണ്. ജോലി എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അപ്പോഴും ഒരു ബസ് ഡ്രൈവർ കോഴിക്കോട് നാച്ചേട്ടൻ പറയുന്നത്, ഞങ്ങളൊരു റൂട്ട് കട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഈ ചൂട് കാരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.